സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടതകത്രേണ നിർപ്പാർസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് കുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 19ാമത്തെ ദശകം നമ്മൾ അവസാനിപ്പിച്ചു. പ്രചേതസ്സുകളെ ഭഗവാൻ അനുഗ്രഹിച്ചു. ഈശ്വരഭക്തി ധാരാളം ഉണ്ടാവുക, ഈശ്വരകഥകൾ കേൾക്കുക, ലളിത ജീവിതം കഴിയുന്നതും നയിക്കുക, സങ്കീർണമാക്കാണ്ട് ഇരിക്കുക എന്നൊക്കെ നാരദൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. മാരിഷയെ വിവാഹവും കഴിച്ചു. അതിൽ ദക്ഷൻ ജനിച്ചു. അതിൽ ഇന്നത്തെ സൃഷ്ടി ഉണ്ടാവുകയും ചെയ്തു. ഇനി അടുത്ത ദശകം പ്രിയപ്രദത്യ പ്രിയപുത്രഭൂതാദാഗ്നേത്രരാജാത് ഉദിതോ ഹിനാഭി താം ദൃഷ്ടവാൻ ഇഷ്ടതമിഷ്ടിമധ്യേ തവേവ തൃഷ്ട്യൈ കൃതയജ്ഞകർമ്മ. ശ്രീമദ് ഭാഗവതം 5ാമത്തെ സ്കന്ധം. 5ാം സ്കന്ധത്തിൽ വർണ്ണിക്കുന്ന ഋഷഭദേവൻ്റെ കഥയാണ് ഇവിടെ പറയണത്. 5ാം സ്കന്ധത്തിൽ 26 അധ്യായമുണ്ട്. ആദ്യത്തെ 2 അധ്യായം പ്രിയവ്രതൻ്റെ കഥ, 2ാമത്തെ കഥ അധ്യായത്തിൽ ആഗ്നീത്രൻ്റെ കഥ. അങ്ങനെ പറയുന്നുണ്ട്. പ്രിയവ്രതൻ്റെ പുത്രനാണ് ആഗ്നീത്രൻ. ഈ 2 കഥ 2 അധ്യായത്തിൽ പറയണത് ഇവിടെ വിസ്തരിച്ചിട്ടില്ല. 3ാമത്തെ അധ്യായത്തിലാണ് ഋഷഭദേവൻ. അതുപോലൊക്കെ ഇവിടെ തുടങ്ങണുള്ളൂ. പ്രിയവ്രതൻ എന്ന് പറഞ്ഞിട്ട് ആഗ്നീത്രൻ എന്നും പറഞ്ഞ് 2 ആൾക്കാരുണ്ടെന്ന് മാത്രം പറഞ്ഞു, കഥയൊന്നും പറഞ്ഞില്ല. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് അതുണ്ടായിന്നേ ഉള്ളൂ, കഥയൊന്നും പറയുന്നില്ല. കഥ പറയുന്നുണ്ട് ഭാഗവതത്തിൽ, കുറേ പറയുന്നുണ്ടതൊക്കെ. ആ പ്രിയവ്രതൻ ആരായിരുന്നു? മനുവിൻ്റെ പുത്രന്മാർ. മനുവിൻ്റെ പുത്രനാണ് മായഭുവ മനു. പിന്നെ 2 മക്കളാണ്. ഒന്ന് താനപാദനും പ്രിയവ്രതൻ എന്ന് പറയുണ്ടായി. എവിടെയാ? ധ്രുവചരിതത്തിൽ. ഒന്ന് താനപാദനും ഒന്ന് പ്രിയവ്രതനും. താനപാദൻ്റെ കഥ പറഞ്ഞു, ധ്രുവചരിതം പറഞ്ഞല്ലോ. ഇനി പ്രിയവ്രതനെ സൂചിപ്പിക്കണേ ഉള്ളൂ, കഥയിലേക്ക് കിടക്കണില്ല. പ്രിയവ്രതസ്യ മനുവിൻ്റെ പുത്രനായിരിക്കുന്ന പ്രിയവ്രതന് ഒരു പുത്രൻ ഉണ്ടായി. പ്രിയപുത്രഭൂതാത് ആഗ്നീത്രരാജാത്, ആഗ്നീത്രൻ എന്ന് പറഞ്ഞിട്ടൊരു പുത്രൻ. പ്രിയവ്രതൻ്റെ പുത്രൻ ആഗ്നീത്രൻ. ആ ആഗ്നീത്രൻ്റെ തുടർത്ത പരമ്പരയിലാണ് ആരുണ്ടായത്? നാഭി രാജാവ് ഉണ്ടായത് എന്ന് പറയുകയാണ്. രാജാവിൻ്റെ പേരാണ് നാഭി. അവിടുന്ന് അങ്ങടേ പറയുന്നുള്ളൂ. പ്രിയവ്രതനും ആഗ്നീത്രനും മക്കളാണ്. പ്രിയവ്രതൻ്റെ മകനാണ് ആഗ്നീത്രൻ എന്ന് മാത്രം പറഞ്ഞിട്ടോ ആഗ്നീത്രന് പുത്രനായിട്ടാണ് നാഭി ഉണ്ടാവുന്നത്. ആ നാഭി മുതൽക്കൊണ്ട് പറയുന്നുള്ള ഈ ദശകത്തിൽ നാഭി ആഗ്നീത്ര രാജാത് ഉദിതോഹി നാഭി. ആഗ്നീത്രനിൽ നിന്ന് നാഭി രാജാവ് ഉണ്ടായി. പ്രിയപ്രദസ്യ പ്രിയപുത്രഭൂതാത്, പ്രിയപുത്രൻ ഉണ്ടായി പ്രിയവ്രതന്. എന്താ പേര്? ആഗ്നീത്രൻ. നമ്മൾ കേൾക്കാത്ത പേരാ അല്ലേ? എന്താ പേര്? ആഗ്നീത്രൻ. എന്താ പേര്? പ്രിയവ്രതൻ. നമ്മളധികം കേൾക്കാത്ത പേരുകളൊക്കെ ഇടയ്ക്കുണ്ടാവും. നാഭി, അതും നമ്മൾ കേട്ടില്ല. എന്താ പേര് വെച്ചാൽ നാഭി നമ്പൂരി, നാഭി നായർ ഒന്നും കേട്ടിട്ടില്ല. ഇനി അതിൽ പറയണം താം ദൃഷ്ടവാൻ ഇഷ്ടതമിഷ്ടി മധ്യേ തവേവ തൊട്ടേ കൃതയജ്ഞകർമ്മ. അദ്ദേഹം വലിയ സത്യധർമ്മ നിഷ്ഠനൊക്കെയാണ് നാഭി. അപ്പോൾ ധാരാളം യാഗങ്ങൾ സൽക്കർമ്മങ്ങളൊക്കെ അങ്ങനെ നടത്തുക. പണ്ട് രാജാക്കന്മാരത് ചെയ്യൂലോ. യാഗങ്ങളല്ല കുഴപ്പം, ഹിംസ കുഴപ്പമാണ് കേട്ടോ. ഹിംസ വേണ്ടാന്നൊക്കെ നേരത്തെ പറഞ്ഞു. ഹിംസ ചെയ്യാത്ത യാഗങ്ങൾ നല്ലതാണ്. നാമജപം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യജ്ഞയാണ്, അതിൽ ഹിംസയില്ലല്ലോ. അപ്പം അത്തരം യാഗങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ദൃഷ്ടവാൻ ഇഷ്ടതമിഷ്ടി മധ്യേ ഒരു ചെറിയൊരു തടസ്സം ഒരു ഘട്ടത്തിലുണ്ടായി. അദ്ദേഹത്തിന് ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. കാരണം ചെയ്ത സൽക്കർമ്മങ്ങൾ ശരിയാവുന്നില്ല. അങ്ങനെയുണ്ട് അത്ര. ചിലപ്പോൾ നമുക്ക് എന്ത് ഉപാസന ചെയ്താലും ബലിക്കണില്ല എന്നൊരു അനുഭവം ഉണ്ടാവും. അത് പല കാര്യങ്ങളെ കൊണ്ടാണ്. ഈ താമസിക്കുന്ന സ്ഥലത്ത് ദോഷങ്ങളുണ്ടെങ്കിൽ
വാസ്തുദോഷമാവാം, മറ്റ് ആത്മാക്കളുടെ ദോഷമാവാം, ബ്രഹ്മരക്ഷസ് ചില രക്ഷസുകളുടെ ഉപദ്രവം ഉണ്ടാവാം. ഇതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എന്ത് നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല, അതവിടേക്ക് എത്തില്ല. അപ്പം അങ്ങനെ ഒരു സംഗതി ഈ നാഭിരാജാവിന് അനുഭവപ്പെട്ടു. ഈ സൽക്കർമ്മങ്ങളൊന്നും എത്തേണ്ടോടത്ത് എത്തണില്ല. സ്ഥലദോഷം എന്ന് പറഞ്ഞാലും വാസ്തുദോഷം എന്ന് പറഞ്ഞാൽ അത്ര ശക്തമാണ്. എന്ത് നമ്മൾ ചെയ്തിട്ടും അവിടേക്ക് എത്തില്ല. അത് നേരാക്കണം. അത് വാസ്തു സംബന്ധമായിട്ട് തന്നെ നേരാക്കണം. അല്ലാണ്ട് ഇതിന് പ്രതിവിധിയൊന്നുമില്ല. പ്രതിവിധി ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. ശരീരത്തിൽ ക്യാൻസർ വന്നു, പ്രതിവിധി ചെയ്യാൻ പറ്റുമോ? അതിനെന്നെ ചികിത്സിക്കണം എന്ന പോലെ അത്. ഇപ്പം ഇവിടെ ത്വാം ദൃഷ്ടവാൻ ഇഷ്ടതം ഇട്ടി മധ്യേ, അത് എന്ത് യാഗം നടത്തിയാലും എന്ത് സൽക്കർമ്മം ചെയ്താലും അതവിടെ എത്തണില്ല. അപ്പോൾ പുരോഹിതന്മാരോട് ചോദിച്ചു, അറിവുള്ളവർ എന്താണ് എൻ്റെ സൽക്കർമ്മങ്ങളൊന്നും അവിടെ എത്തുക? അപ്പം അങ്ങനെ സംഗതി ഉണ്ടെന്ന് ഉറപ്പായി. സൽക്കർമ്മങ്ങൾ ചെയ്തത് നാമം ജപിക്കുക അടക്കം അവിടെ എത്താത്ത അനുഭവങ്ങൾ ചിലതുണ്ട്. അതിന് പരിഹാരം ചെയ്യണം നമ്മൾ. എന്താണ് ഇങ്ങനെ പറ്റിയത്? അപ്പം അവർ അറിവുള്ളവരാണ്. അവർ പറഞ്ഞു, രാജൻ, അങ്ങേക്ക് പുത്രന്മാരില്ല, അതുകൊണ്ട് ആ കുഴപ്പം. പുത്രന്മാരില്ലാത്തവരുടെ സൽക്കർമ്മങ്ങൾ ദേവന്മാർ സ്വീകരിക്കില്ല എന്നാണ്, അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. പുത്രന്മാരില്ലാത്തവരൊക്കെ ദുഃഖിക്കണമെന്നൊക്കെ ചോദിച്ചാൽ ഒന്നും ഉത്തരമില്ല. അത് ദേവന്മാർ പൊതുവെ സ്വീകരിക്കില്ല. അതാണ് അങ്ങേക്ക് കുറവ് എന്ന് പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, എന്നാൽ പുത്രൻ ഉണ്ടാവാനുള്ളൊരു യാഗം നിങ്ങൾ പറഞ്ഞു തരും, നിങ്ങൾ അറിവുള്ളവരല്ലേ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് മതി ബാക്കി ഏത് സൽക്കർമ്മവും. ഒരു പുത്രൻ എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് പ്രാധാന്യമുള്ള കാര്യമാണ്. അവർ വിചാരിക്കണ പോലെയല്ല. അതില്ലെങ്കിൽ നമ്മുടെ സൽക്കർമ്മം പോലും അവിടേക്ക് എത്തില്ല. പിന്നെ അപ്പം എന്താ ജീവിതം കൊണ്ടൊരു ലക്ഷ്യം എന്ന് പറയാനുള്ള കാരണമാണ്. അതുകൊണ്ട് വലിയ സമ്പത്താണ് പുത്രസമ്പത്ത്, ചെറിയ സമ്പത്തല്ല. അതുകൊണ്ട് ആ പുത്രൻ ഉണ്ടാവാൻ ഒരു കർമ്മം നിങ്ങൾ എന്നെ ചെണ്ട് ചെയ്യിക്കുമോ, ചെയ്തു തരുമോ? ചെയ്യാലോ, അതിനെന്താ വിഷമം? പണ്ടൊക്കെ അങ്ങനെയാണ്. ആ കർമ്മാണ്ട് ചെയ്താൽ അതിൻ്റെ ബലാണ്ട് കണ്ടിരിക്കും. ഇത് കളിക്കല്ല, വെറുതെ പറയല്ല. ഇന്നിപ്പോൾ അങ്ങനത്തെ കർമ്മം ചെയ്യണവരൊന്നുമില്ല. വെറുതെ അത് ചെയ്ത് നോക്കും ഒന്നും ശരിയാവില്ല, നീ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ ഇപ്പം ഇന്നത്തെ കാണുന്നത് പലത്. അതെന്താ വെച്ചാൽ കർമ്മം ചെയ്യണവരുടെ സിദ്ധി കുറവുകൊണ്ടാണ്. സിദ്ധിയൊക്കെ വേണം. എന്തിനേ സിദ്ധി വേണം, ഉപാസന വേണം. ഇപ്പം ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ തന്നെ തലേ ദിവസം 108 പ്രാവശ്യം ആ മന്ത്രം ചൊല്ലിയിരിക്കണം എന്നാണ്. ആരാപ്പം അങ്ങനെ ഗണപതി ഹോമം ചെയ്യണം? അത് നിയമമാണത്. ഹോമമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മന്ത്രം തലേ ദിവസം മുതൽക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ചെല്ലണം. പിറ്റേ ദിവസം ഹോമം ചെയ്യാനുള്ള അർഹത അങ്ങനത്തെ ആളൊക്കെ ഉള്ളൂ. അപ്പം അതിൻ്റെ കുറവുകൊണ്ടാണ് കാണാത്തത്. ഇവരോ അങ്ങനെയുള്ളവരല്ല. പുത്രകാമേഷ്ടിക്ക് തുല്യമായ വേറെ ഒരു ഇഷ്ടിയുണ്ട്. അതാണ് ചെയ്തപ്പോൾ ഫലം കയ്യിൽ കിട്ടി, ഭഗവാൻ പ്രത്യക്ഷമായി. അതാ വരുന്നു യജ്ഞപുരുഷൻ പായസം കൊണ്ട്. കറുത്തിരുണ്ട് ഭയാനകമായൊരു സ്വരൂപം, എന്നാലും മുഖത്ത് ശാന്തതയുണ്ട്. രാക്ഷസനും അങ്ങനെയുള്ളതൊന്നുമല്ല. ത്വാം ദൃഷ്ടവാൻ ഇഷ്ടതമിഷ്ടി മധ്യേ. ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗം. ഒരു വ്യക്തിക്ക് ചെയ്യണതിനാണ് ഇഷ്ടി. രണ്ടാൾക്ക് കുറേ ഒരു സമുദായത്തിനോ രാജ്യത്തിനോ ചെയ്ത യാഗം, ലോകത്തിന് വേണ്ടി ചെയ്ത സത്രം. ഇവിടെ ഇഷ്ടി ആണ്. നാഭി രാജാവിന് പുത്രൻ ഉണ്ടാവേണ്ട ഉദ്ദേശമായതുകൊണ്ട് ഇഷ്ടി. ഇഷ്ടിക എന്നതിന്ന് വന്നത് അത്ര. ഇഷ്ടികയൊക്കെ വെച്ചിട്ടാണല്ലോ ഇഷ്ടി ചെയ്യുക. അതിൻ്റെ നടുവിൽ നിന്ന് ഭഗവാൻ പ്രത്യക്ഷമായി. ഇഷ്ടി മധ്യേ, ആ ഇഷ്ടിയുടെ നടുവിലായിക്കൊണ്ട് ദൃഷ്ടവാൻ കണ്ടു. ബലം കയ്യിലാണ്. പണ്ടൊക്കെ കർമ്മം ചെയ്താലേ തവേവ തുട്ടേ കൃതയജ്ഞകർമ്മ, അതായത് യോഗത്തിനിടയിൽ അഭീഷ്ടം നൽകുന്ന നിന്തിരുവടിയെ കണ്ടു. യജ്ഞകർമ്മം അനുഷ്ഠിച്ച് നിന്തിരുവടിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് തവൈവ തുഷ്ടിയൈ, അങ്ങയുടെ തുഷ്ടിക്കായിട്ട് കൃതയജ്ഞകർമ്മ, യജ്ഞം ചെയ്തപ്പോൾ, അങ്ങയെ സന്തോഷിപ്പിക്കാൻ യജ്ഞം ചെയ്തപ്പോൾ ആ യജ്ഞാനന്തരം എന്തുണ്ടായി? ഇഷ്ടി മധ്യേ ത്വാം ദൃഷ്ടവാൻ, ആ അപ്പം തന്നെ അങ്ങയെ കണ്ടു. യജ്ഞപുരുഷൻ പായസവുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു.
പ്രിയവ്രതൻ്റെ പുത്രൻ ആഗ്നീത്രൻ, ആഗ്നീത്രൻ്റെ പുത്രൻ നാഭി. ആ നാഭിയാവട്ടെ തവൈവ തുഷ്ടിயை അങ്ങയുടെ സന്തോഷത്തിനായി കൊണ്ട് യജ്ഞം നടത്തി ഇഷ്ടിയുടെ മധ്യത്തിൽ തന്നെ ത്വാം ദൃഷ്ടവാൻ അങ്ങയെ കണ്ടു. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാദാഗ്നീത്രരാജാത് ഉദിതോ ഹി നാഭി, നാഭിണ്ടായി. ത്വാം ദൃഷ്ടവാനിട്ടതമിട്ടി മധ്യേ തവൈവ തുഷ്ട്यै കൃതയജ്ഞകർമ്മ. ഇനി അടുത്ത ശ്ലോകം. അഭിട്ടുതത്ര മുനീശ്വരേ ത്വം രാജ്ഞ സ്വതുല്യം സുതമർത്യമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ തിരോദദാ ബർഹിഷി വിശ്വമൂർത്തേ. യജ്ഞപുരുഷൻ ചോദിച്ചു, രാജാവേ അങ്ങയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? എന്തിനാണ് യാഗമൊക്കെ നടത്തിയിട്ട് എന്നെ വിളിച്ചത്? ഹേ വിശ്വമൂർത്തേ എന്ന് വിളിക്കുകയാണ്. സർവേശ്വര. മുനീശ്വരേ അഭിഷ്ടുത. ഭഗവാൻ പ്രത്യക്ഷമായാൽ അറിവുള്ളവരൊന്ന് സ്തുതിക്കും. നമുക്ക് കഴിയണ പോലെ ഭഗവാനെ ഒന്നങ്ങനെ സ്തുതിക്കുക. മുനീശ്വരേഹി അഭിഷ്ടുത. ഇവിടെ കർമ്മം ചെയ്യാൻ കൂടിയിട്ടുള്ള മഹർഷിമാരെല്ലാം ഭഗവാനെ ഒന്ന് സ്തുതിച്ചു. അഭിഷ്ടുതത്ര മുനീശ്വരേത്വം. മുനീശ്വരന്മാരാൽ സ്തുതിക്കപ്പെട്ടതായിട്ട് എന്തു ചെയ്തു? എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, രാജ്ഞ സ്വതുല്യം സുതമർത്യമാന. എനിക്കൊരു പുത്രൻ ഉണ്ടാവണം. പുത്രൻ എങ്ങനെയെങ്കിലും ഉണ്ടായാൽ പോരാ. സ്വതുല്യം സുതം, അങ്ങേക്ക് തുല്യനായിട്ടൊരു പുത്രൻ. ഈശ്വരന് തുല്യമായിട്ടൊരു പുത്രനോ? അതാരേയുള്ളൂ? ഈശ്വരൻ തന്നെയുള്ളൂ. ചിലതിനൊന്നും ഉപമയില്ലാവോ? ഈശ്വരന് തുല്യൻ ഉപമ ഈശ്വരൻ അല്ലാണ്ടുണ്ടോ? സാഗരസ്യ സാഗരോപമം ഗഗനസ്യ ഗഗനോപമം. ആകാശം പോലെ വേറൊന്നുമില്ല, സാഗരം പോലെ വേറൊന്നുമില്ല. അതുപോലെ ഈശ്വരന് തുല്യ ഈശ്വരന് രാജ്ഞ സ്വതുല്യം സുതമർത്യമാന. അങ്ങയ്ക്ക് തുല്യ ഗുണങ്ങളോട് കൂടിയ ഒരു ഉണ്ണി എനിക്കുണ്ടാവണം. കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം യജ്ഞത്തിൽ വിളിച്ചു വരുത്തിയ ചോദിച്ചത് കൊടുത്തോളണമെന്ന് നിയമമുണ്ട്. അർത്ഥ്യമാന, അർത്ഥിച്ചു, ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, എനിക്ക് തുല്യമായിട്ടുള്ള പുത്രനല്ലേ അങ്ങേക്ക് വേണ്ട. അഹം സ്വയം ജനിഷ്യേ. ഒറ്റ വഴിയുള്ളൂ, ഞാൻ അങ്ങയുടെ പുത്രനായിട്ടാണ് ജനിക്കാം. ഈ ഭാഗവതത്തിൽ അതാണ് 10 അവതാരം മാത്രമല്ല ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ ഏതിൽ പെടും? ഋഷഭാവതാരം 22 അവതാരമുണ്ട്. അതിലത്തെ 10 പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഭാഗവതത്തിൽ ദശാവതാരം ഇല്ല കേട്ടോ, ദശാവതാര പ്രസ്താവം ഇല്ല. 22 അവതാരമുണ്ട്, ഒരുത്തിയിൽ 24 എന്നും പറയണു എന്നല്ലാണ്ട് ദശാവതാര പ്രസ്താവം ശ്രീമദ് ഭാഗവതത്തിലില്ല. ഇവിടെ 22ഉം 24. പിന്നെ പറയണു ഭഗവാന്റെ അവതാരത്തിന് കണക്കില്ല എന്ന്. വേറെ ഏതെങ്കിലും പുരാണത്തിൽ പറയുന്നുണ്ടാവാം ദശാവതാരം. ഇവിടെ ദശാവതാരം ഇല്ല. ഇത് ദശാവതാരത്തിൽപ്പെട്ടതല്ല. ഇപ്പം ഞാൻ തന്നെ ജനിക്കുക പറഞ്ഞാൽ അതൊരു അവതാരമാണ്. അഹം സ്വയം ജനിഷ്യേ, ഞാൻ സ്വയം ജനിക്കാം എന്നങ്ങനെ പറഞ്ഞു. സ്വയം ജനിഷ്യേഹം ഇതി. അഹം സ്വയം ജനിഷ്യേ, സ്വയം ജനിഷ്യേഹം. അഹം സ്വയം ജനിഷ്യേ. കാര്യം ചെയ്യാം, ഞാൻ അങ്ങയുടെ പുത്രനായിട്ട് ജനിക്കാം. ഇതി ബ്രുവാണം ബർഹിഷി തിരോദത. പ്രവാണം പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അഗ്നിയിൽ മറഞ്ഞു. ബർഹിഷി അഗ്നി, തിരോദത മറഞ്ഞു, തിരോധാനം ചെയ്തു. ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായി ജനിക്കാം എന്നനുഗ്രഹിച്ച് ഭഗവാൻ അഗ്നിയിൽ മറഞ്ഞു. ത്വം ബർഹിഷി തിരോദത. ബർഹിഷി അഗ്നിയിൽ. ബർഹിസാണ് കേട്ടോ അഗ്നി. ബർഹിഷി എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ, ഇൽ വിഭക്തിയാണ്. ബർഹിഷിയിൽ ബർഹിഷി തിരോദത. ആ അഗ്നിയിൽ ഭഗവാൻ, ഇനി ആ ഭഗവാൻ ഋഷഭനായിട്ട് അവതരിക്കുകയാണ്. അതാണ് ഭഗവാന്റെ ഋഷഭാവതാരം. അതിനെയാണ് പറയാൻ പോകുന്നത്. അഭിഷ്ടുതത്ര മുനീശ്വരേർത്താം. മുനീശ്വരന്മാർ സ്തുതിക്കപ്പെട്ടിട്ട് രാജ്ഞ സ്വതുല്യം സുതമർത്യമാന. അങ്ങേക്കു തുല്യനായിട്ടുള്ളൊരു പുത്രൻ വേണം എന്ന് ചോദിക്കപ്പെട്ടതിനാൽ എന്തു പറഞ്ഞു? ഞാൻ തന്നെ വരാം. സ്വയം ജനിഷ്യേഹം. അഹം സ്വയം ജനിഷ്യേ. ഇത് ബ്രുവാണ പ്രകാരം പറഞ്ഞിട്ട് തിരോദദാ ബർഹിഷി
വിശ്വമൂർത്തേ ഹേ വിശ്വമൂർത്തേ ത്വം ബർഹിഷി തിരോധത. ബർഹിഷി അഗ്നിയിൽ തിരോധാനം ചെയ്തു മറഞ്ഞു. ഭഗവാന്റെ അവതാരമാണ്. കായേന വാചാ മനസേന്ദ്രിയർവാം ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.